യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഒരു കിച്ചൺ ടൂറാണ്. നമ്മുടെ ഒരു കുഞ്ഞ് കിച്ചണിലെ വിശേഷങ്ങളൊക്കെയാണ്. നമ്മുടെ കിച്ചൺ ചെറുതോ വലുതോ ആയിക്കോട്ടെ, പക്ഷെ അതെപ്പോഴും നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പം വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ തന്നെ എപ്പോഴും കിച്ചണിലായിരിക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ ഒട്ടിച്ചിട്ടുള്ളതാണ്. അപ്പം അതിൽ നമ്മൾ ഓർക്കാനുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. നോമ്പായതുകൊണ്ട് നമ്മളിപ്പോൾ റംദാൻ്റെ കോട്ട്സൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ മക്കളും അത് വായിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നേരെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഓവൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന കുറച്ച് മാഗസിൻസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എപ്പോഴും ഉപയോഗമുള്ള ഐറ്റംസാണ് ഈ വെറ്റ് വൈപ്സും ടിഷ്യൂ ഒക്കെ, അത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെടിയൊക്കെ ഇങ്ങനെ പോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹ്യൂമിഡിഫയർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം എനിക്ക് ഭയങ്കര കൂടുതലാണ്. നമ്മൾ എന്തെങ്കിലും ഫ്രൈ ഒക്കെ ചെയ്യുമ്പം അതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ എനിക്ക് വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ സ്മെല്ല് വരുമോ എന്നുള്ളൊരു ടെൻഷനാണ്. ആ സമയത്ത് ഞാൻ ഇതേപോലെ എയർ ഫ്രഷ്നറും ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും ഈ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുവാണെങ്കിൽ തന്നെ നമുക്കൊരു മനസ്സിന് സന്തോഷമാണ്. നമ്മുടെ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നെ പരിചയമുള്ളവരൊക്കെ പറയും എനിക്ക് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ കിച്ചണിലൊരു കാര്യത്തിന് വേണ്ടി കയറുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ കുറേ മാഗ്നറ്റ്സ് ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ തന്നെ കളക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഫ്രിഡ്ജിനുള്ളിലാണെങ്കിലും നമ്മൾ എന്ത് സ്റ്റോർ ചെയ്താലും ഇതേപോലെ ക്ലോസ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ സ്റ്റോർ ചെയ്യാൻ സൂക്ഷിച്ചാൽ അതൊക്കെ ഒരു നല്ല കാര്യമാണ്. ചെറിയ ചെറിയ ടിപ്പാണ് അതൊക്കെ. പിന്നെ ഫ്രിഡ്ജ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചൊരു ക്ലോത്ത് ഉണ്ട്. അതിങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഫ്രിഡ്ജൊന്നും പെട്ടെന്ന് അഴുക്കാവത്തില്ല. പിന്നെ നമ്മുടെ സിങ്കിൻ്റെ ഏരിയയിലോട്ട് വരുവാണെങ്കിലും നമ്മൾ പാത്രം കഴുകി വെക്കുന്ന വെള്ളമൊന്നും അവിടെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മാറ്റും ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം വെള്ളമൊന്നും അവിടെ ആവത്തില്ല. വെള്ളം എല്ലാം ആ മാറ്റിൽ തന്നെയാവും. പിന്നീട് നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്ന് എടുത്ത് ജസ്റ്റ് ആ വെള്ളം എടുത്ത് കളഞ്ഞാൽ മതി അതിൽ നിന്ന്. അപ്പോൾ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ഐറ്റമാണ്. പിന്നെ ഫുഡ് നമ്മൾ അന്നത്തെ ദിവസത്തെ എല്ലാം കളക്ട് ചെയ്ത് ഈ ബക്കറ്റിൽ വെച്ചിട്ടാണ് പുറത്ത് ബക്കറ്റിൽ നമ്മൾ കൊണ്ടിടുന്നത്. അപ്പോൾ അവിടെ വൃത്തികേടൊന്നും ആവത്തില്ല. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ മിക്സിയും ഡെയിലി നമ്മൾ യൂസ് ചെയ്യാറുള്ള പ്ലേറ്റ്സും ഒക്കെ ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കബോർഡിൻ്റെ അടുത്താണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എനിക്ക് ഭയങ്കര എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ്. നിങ്ങൾ ഒത്തിരി വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു വൈബ്സൊക്കെ. പിന്നെ ഞാൻ വൈകുന്നേരം ആകുമ്പോഴും മിക്കപ്പോഴും തുടയ്ക്കുമ്പോഴൊക്കെ ഈ ഒരു പുൽത്തൈലം വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. അത് തീരുമ്പോൾ എപ്പോഴും സ്റ്റോക്ക് കാണും കയ്യിൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈച്ച, പ്രാണി അങ്ങനെയുള്ളതൊന്നും കിച്ചണിൽ ഒരുപാട് വരത്തില്ല. അങ്ങനെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ നമ്മൾ പുറത്ത് ഷോപ്പിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കവറിൻ്റെ ഉപയോഗം ഭയങ്കര കൂടുതലായതുകൊണ്ട് ഡെയിലി ഉപയോഗിക്കുന്ന അതൊക്കെ തന്നെ നമ്മൾ കബോർഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കാൻ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഒത്തിരി പാത്രമൊന്നും ഇങ്ങനെ നിരത്തി ഇടുന്നതിനോടൊന്നും ഇഷ്ടമില്ല. എടുക്കുന്നതൊക്കെ പെട്ടെന്ന് കഴുകി വെക്കുക, ക്ലീൻ ചെയ്യാമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ വോളിലൊക്കെ കുറച്ച് ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഉമ്മ ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റാണ്. അതിനകത്താണ് നമ്മളിപ്പം കത്തിയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ച ചെറിയ ചെറിയ ബോട്ടിൽസൊക്കെ കഴുകി അതിൽ മണി പ്ലാന്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അതൊക്കെ കാണുമ്പോൾ തന്നെ കിച്ചണിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ കിച്ചണിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് പുറത്തൊരു സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്. ഇവിടെയും നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്. 2 സ്ഥലത്തായിട്ട് നമ്മൾ കുക്ക് ചെയ്യും. പക്ഷേ 2 സ്ഥലവും നന്നായിട്ട് നീറ്റായിട്ട് ഇടാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ മോളുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ചെയർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇതിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് പുറത്തൊന്നും അധികം ആക്കത്തില്ല. എപ്പോഴും നല്ല നീറ്റായിട്ട് നമുക്ക് ആ ചെയറും ക്ലീൻ ചെയ്തിട്ടാൽ മതി. നമ്മൾ കിച്ചണിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആളവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് കിച്ചൺ ടൂർ വീഡിയോയും ടിപ്പും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.